2018 പ്രളയത്തിൽ തകർന്ന അസ്ഥിപ്പടി പീടിക പുരിയിടം റോഡിന് ശാപമോക്ഷമാകുന്നു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് എസ്റ്റിമേറ്റ് എടുത്തു. 7 വർഷമായി 40ഓളം കുടുംബങ്ങൾ റോഡില്ലാതെ ദുരിതമനുഭവിക്കുകയാണ്. 2018 പ്രളയത്തിലാണ് ആസ്തിപ്പടി പീടികപ്പുരയിടം റോഡ് തകർന്ന് പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിലായത്. ഒരു വീടും തകർച്ചയിലായി. മണ്ണിടിഞ്ഞപ്പോൾ തന്നെ സർക്കാർ 15 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പിന്നീട് ഇത് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടപെട്ട് 45 ലക്ഷം രൂപയാക്കി ഉയർത്തി. എന്നാൽ നഗരസഭ തുടർ നടപടികളൊന്നും നടത്തിയില്ല. മണ്ണ് പരിശോധന പോലും നടത്താൻ നഗരസഭ തയ്യാറായുമില്ല. പ്രദേശത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇടതു നേതാക്കൾ മന്ത്രിയെ വീണ്ടും നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. കല്ലൂന്ന് റോഡ് ഇത് പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ റോഡ് വികസന ഫണ്ടിൽ നിന്നും MLAയുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ആസ്തി വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടിൽ നിന്നും 45 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ സോയിൽ ടെസ്റ്റ് വരെ നടത്തുന്നതിന് വേണ്ടി ബഹുമാനായ റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട് ഊരാളുങ്കൽ ഏജൻസീസ് ഇവിടെ എത്തിയതാണ്. അപ്പം ഇവിടെ അവർ ആ സോയിൽ ടെസ്റ്റ് നടത്തി കൊടുത്തോളാം എന്ന് ഏറ്റ മുനിസിപ്പാലിറ്റി ചെന്ന് കാര്യങ്ങളെല്ലാം നീക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മുനിസിപ്പൽ ഭരണസമിതി അതിന് തടസ്സം നിന്നുകൊണ്ട് അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും എടുത്ത് കൊടുക്കണം, അതിന് തുക കൂടുതലാകുമെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അന്ന് ആ പണി ആരംഭിക്കാൻ സാധിക്കുമായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ പ്രദേശത്തെ ആളുകളുടെ വികാരം മാനിച്ചുകൊണ്ട് മന്ത്രിയുടെ ഇടപെടൽ വീണ്ടും മന്ത്രിയുടെ ഓഫീസിൽ കട്ടപ്പനയിലെ LDF നേതാക്കന്മാരായ VR സജി, മനോജ് തോമസിൻ്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ ഇടതുപക്ഷ പ്രവർത്തകർ നിവേദനം കൊടുക്കുകയും അടിയന്തരമായി മന്ത്രി അക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുകയും PWDയെയും കൊണ്ട് ഈ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് മുനിസിപ്പാലിറ്റി മുഖം തിരിഞ്ഞ സമീപനം സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് PWD ഈ വർക്ക് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിനുവേണ്ട ആവശ്യമായ ഫണ്ട്, തുക പറയുന്നില്ല, ആവശ്യമായ ഫണ്ട് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം LDF നേതൃത്വം നടത്തിയിട്ടുണ്ട്. റോഡിന്റെ ഇടിഞ്ഞ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ എത്ര ഫണ്ട് വേണോ അത് നൽകാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. മന്ത്രി ഇടപെട്ട് എസ്റ്റിമേറ്റ് എടുക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശവും നൽകി. 7 വർഷക്കാലമായി ഈ മണ്ണിൻ്റെ സോയിൽ ടെസ്റ്റ് നടത്താനോ അതിന് വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കാനോ മുനിസിപ്പാലിറ്റി തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇതിനോട് മുഖം തിരിഞ്ഞ സമീപനമാണ് ഈ അസ്ഥിപ്പടി റോഡിന് വേണ്ടി കട്ടപ്പന മുനിസിപ്പാലിറ്റി എടുത്ത സമീപനം. ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ മുനിസിപ്പൽ കൗൺസിൽ ഈ യോഗം ഞങ്ങൾ കൃത്യമായി അതിൻ്റെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അന്നേരം തന്നെ ഈ റോഡിന് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം 1 കോടി രൂപയിലധികം ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. മന്ത്രിയുടെ ഇടപെടലും അതുപോലെ തന്നെ നമ്മുടെ LDFൻ്റെ നേതാക്കന്മാരുടെ ഇടപെടലും മുഖേന നമ്മുടെ PWDയെ അടക്കം ഇന്ന് തന്നെ ഇവിടെ പറഞ്ഞു വിട്ട് ഇതിൻ്റെ എസ്റ്റിമേറ്റ് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അവരിൻ്റെ എസ്റ്റിമേറ്റ് അടക്കം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ നടക്കുന്നത്. എത്രയും വേഗം തന്നെ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാം എന്നാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് അനുമോൾ അഗസ്റ്റിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി എസ്റ്റിമേറ്റ് എടുത്തു. കാലതാമസം കൂടാതെ എസ്റ്റിമേറ്റിന് അംഗീകാരം നേടി കരാർ നൽകാൻ കഴിയുമെന്നാണ് ജനപ്രതിനിധികളുടെ വിശ്വാസം. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.